നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. സമയമുള്ളൂ, എന്നാലും ഞങ്ങളുടെ ഇത്രയും വലിയ നേതാക്കന്മാരെ ഒന്നും പറയാതെ പോകുന്നത് മോശമല്ലേ? അതുകൊണ്ട് ശരചന്ദ്ര പ്രസാദ് അവർക്കും അതോടൊപ്പം തന്നെ ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഇനി യുവജനങ്ങളുടെ ശബ്ദമാണ് മിസ്സിസ് ഷാഫി പറമ്പിൽ, മാത്യു കുടനാടൻ അവர்களுം. നമുക്കറിയാം, യുവജനങ്ങളുടെ ശബ്ദം ധാരാളം മുഴങ്ങി കേൾക്കട്ടെ, ഒരുപാട് ആയുസ്സും ആരോഗ്യം ദൈവം തരട്ടെ എന്ന് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇനി ഇവിടെ സാംസ്കാരിക രംഗത്തും കല, എഴുത്തുകാരി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മാന്യ ഏകമുണ്ട് മിസ്സിസ് റോസ്മേരി അവർ. നേരത്തെ ഞങ്ങൾ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഏറെ നന്നായി അറിയാം. സാംസ്കാരിക രംഗത്തും കവയത്രി രംഗത്തുമൊക്കെ പ്രഗത്ഭയായിരിക്കുന്ന അവർക്ക് ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ അതുവഴിഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഇനി പാലോട് രവി സാർ, വിഷ്ണുനാഥൻ, ഷാഫി, ശരചന്ദ്ര പ്രസാദ് അവർ, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രവർത്തകര്, അങ്ങനെ എല്ലാവർക്കും ഈ അവസരത്തില് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ BS ശിവകുമാർ സാറിനെ ഞാൻ പറഞ്ഞില്ല. സാറ് നിരവധി തവണ ഇവിടെ വരികയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതോടൊപ്പം ഞങ്ങള് മഴ നനഞ്ഞു നിൽക്കുന്ന പിറ്റേന്ന് തന്നെ സാർ ഇവിടെ വന്ന് ഞങ്ങളെ വളരെയേറെ അമ്മമാരെയും ഞങ്ങൾ സഹോദരിമാരെയും പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടുന്ന വളവും വെള്ളവും നൽകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത അദ്ദേഹമാണ്. മുൻ ആരോഗ്യമന്ത്രിയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട, സോറി സാർ, ഞാൻ ആദ്യം പറയാൻ മറന്നതല്ല. ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മാന്യ വ്യക്തിത്വങ്ങൾക്കും, മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർക്കും, സാമൂഹ്യ പ്രവർത്തകർക്കും, എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും, പ്രിയപ്പെട്ട ഈ പ്രവർത്തനങ്ങളിൽ ഒരുപാട് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്റെ ചോരയും നീരും വെള്ളമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മിനി അവർക്കും എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് 100 പന്തങ്ങൾ തെളിയിക്കാനുള്ളത്. റോസ്മേരി ടീച്ചറാണ് ആ പന്തം വിളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ധാരാളം ആളുകൾ, സത്യത്തിൽ എല്ലാവരും പ്രസംഗിക്കേണ്ടതൊരു ആണ്, പക്ഷെ അതിനുള്ളൊരു സാവകാശമില്ല. എന്താണെങ്കിലും 5 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുന്നത്. അപ്പൊ നമുക്ക് 5 മണിക്ക് 4ാം വാർഷികത്തിന്റെ ആ കൊട്ടിഘോഷിക്കുന്ന വീപ്പ് പറയുന്ന വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തെരുവിൽ കഴിഞ്ഞ 100 ദിവസമായി തെരുവിലിരിക്കുന്ന ഈ കേരളത്തിന്റെ പരിച്ഛേദമായ ആശാപ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിക്കുന്നതും 5 മണിക്കാകണമെന്ന് നന്നായി തോന്നുന്നു. അതുകൊണ്ട് ആദ്യം ഇപ്പോ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് സാറ് സംസാരിക്കുകയും തുടർന്ന് റോസ്മേരി ടീച്ചർ 5 മണിയാകുമ്പോൾ ദീപം തെളിക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ ആ പ്രതിഷേധ ജ്വാലയുമായി ഇവിടെ നിൽക്കുകയും തുടർന്ന് അങ്ങോട്ട് പോയി ഒരു ചെറിയ പ്രകടനം നടത്തി തിരിച്ചു വരിക എന്നാണ്. തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപാടികൾ തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് സാറിന് ഞാൻ ആദരവോടെ ഈ ധർമ്മസമരത്തിന്റെ പ്രിയങ്കരിയായ നായിക ശ്രീമതി മിനി, കേരളത്തിന്റെ പ്രിയങ്കരിയായ എഴുത്തുകാരി റോസ്മേരി, KPCCയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ PC വിഷ്ണുനാഥ് MLA, പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MP, ശ്രീ മാത്യു കുടനാടൻ MLA, മുൻമന്ത്രി ശിവകുമാർ, DCC പ്രസിഡന്റ് പാലോട് രവി, രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ M ബിജു, മഹിളാ കോൺഗ്രസ് നേതാവ് ലക്ഷ്മി, മറ്റു പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കരുത്തുള്ള ആശാവാ, നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ, ആശംസകൾ. നിങ്ങളുടെ ധർമ്മസമരത്തിന് കേരളത്തിന്റെ ജനമനസാക്ഷിയുടെ പിന്തുണയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുക. ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ, ഈ സമരം 100 ദിവസം പിന്നിടുന്ന ഈ ദിവസത്തിൽ ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ചോദിക്കും, തിരുവനന്തപുരത്ത് പോയിട്ട് ആശാ സമര പന്തലിൽ പോയോ എന്ന് ചോദിക്കും. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിരവധി സഹോദരന്മാർ അന്വേഷിക്കും,
ഈ സമര പന്തലിൽ വന്ന് പിന്തുണ അറിയിച്ചോ എന്ന് ചോദിക്കും. കാരണം ജനമനസ്സ് നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങളുടെ ധർമ്മ സമരത്തിനൊപ്പമാണ് കേരളത്തിന്റെ ജനമനസ്സ്. കേരള സർക്കാരിന്റെ ധിക്കാരം അത് ജനങ്ങൾ സഹിക്കില്ല. നിങ്ങളോട് കാണിക്കുന്ന ക്രൂരത, മഴയത്തും വേരത്തും നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഈ ത്യാഗപൂർണമായ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളോട് നടത്തുന്ന ഈ ധർമ്മ സമരത്തിന് ഒരിക്കൽ കൂടി ഞാൻ വിജയങ്ങൾ ആശംസിക്കുന്നു. ഈ സമരം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആശാ വർക്കർമാർ ഒറ്റയ്ക്കല്ല. ആശാ വർക്കർമാരെ ഒരിക്കലും നിരാശരാക്കില്ല. നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല. നിങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ, അവരുടെ കുടുംബങ്ങളുടെ, അനുഭാവികളുടെ, നേതൃത്വത്തിന്റെ, ജനപ്രതിനിധികളുടെ മുഴുവൻ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങളോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.